കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. പന്തീരടി പൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉത്സവം 10-ാം ദിവസം. അപ്പൊ 10-ാം ദിവസം ആയതുകൊണ്ട് പന്തീരടി പൂജയാണ് ഇന്ന് ഇപ്പൊ ഉച്ചയ്ക്ക്. ഉച്ചപൂജ രാത്രി ഭഗവതിയുടെ വാതിൽമാടത്തിലാണ്. ഏഹ് ഇന്നലെ പള്ളിവേട്ടൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞ പൊന്നുണ്ണി കാണാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പന്തീരടി പൂജയും കളഭാലങ്കാരവും നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. പൊന്നുണ്ണി കാണാൻ നല്ല സന്തോഷത്തിലാണ് ശ്രീലകത്തിരിക്കുന്നത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്ന് ചെറിയൊരു ഉണ്ണിക്കണ്ണനായിട്ടാ കളഭാലങ്കാരം കേട്ടോ. ഇടത്തെ കാലം ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ആ കാലുമിൽ പൊന്തള കാണാം. വലത്തെ കാലം ഇങ്ങനെ കുന്തിച്ച് വെച്ചിട്ടുണ്ട്. അത് ആ കാലുമിനും ആ കുഞ്ഞിക്കാലുമിനും പൊന്തള കാണാം. രണ്ട് കാലുമിനും പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. ഏഹ് കിങ്ങിണി അരയിൽ കെട്ടിയിട്ടുണ്ട്. കോട കൊടുത്തിട്ടില്ല കേട്ടോ. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു പതക്കം പോലത്തെ ഒരു മാല, പിന്നെ ഒരു മൊട്ട് പോലത്തെ ഒരു മാല, പിന്നെ കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല ഒക്കെ ചാർത്തിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു മിടുക്കൻ ഒരു ഉണ്ണി. ഇടത്തെ കാലം ഇങ്ങനെ മടക്കി വെച്ച് വലത്തെ കാലം ഇങ്ങനെ കുന്തിച്ച് വെച്ച് നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു ഉണ്ണി കാണാൻ നല്ല കൗതുകമുണ്ട്. വാരി എടുക്കാൻ തോന്നുന്നു, അത്ര രസമായിട്ട് ചാർത്തിയിട്ട് മിടുക്കനായിട്ടൊരു ഉണ്ണി. ഏഹ് കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഏഹ് വലത്തെ കയ്യിൽ ഒരു കുഞ്ഞി താമര കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇടത്തെ കയ്യിൽ ഒരു ഓടക്കുഴലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാ ഇരിക്കണത്. നല്ല കൗതുകമുള്ള ഉണ്ണി. ചെവിയില് ചെവിപ്പൂക്കള്, നെറ്റിയില് സ്വർണ്ണഗോപി, കളവ് അങ്ങനെ പുഞ്ചിരി തൂക്കിയും കൊണ്ട് നല്ല കൗതുകം, നല്ല സന്തോഷം ഉണ്ണി കണ്ണന്. ആ സന്തോഷത്തോടു കൂടി ഇരിക്കണം, നമ്മുടെ മനസ്സിന് സന്തോഷം തരും. അത്ര രസമായിട്ട് സന്തോഷമായിട്ടായിരിക്കണത്. നല്ല കൗതുകമുണ്ട്. എന്തൊരു സുഖറിയോ ഗുരുവായൂരപ്പനെ കാണാൻ തന്നെ. ഗുരുവായൂരപ്പ എല്ലാവരും മനസ്സിൽ സ്മരിച്ചോളൂ കേട്ടോ, സന്തോഷമാവും. പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിന്റെ മുകളിൽ 2 തിരുമുടി മാലകളാണ് ചാർത്തിയിട്ട്. ഒന്ന് തെച്ചി മാത്രമായിട്ടുള്ളതെന്നും ഒന്ന് വെളുത്ത പൂവ് മാത്രമായിട്ടുള്ളതെന്നും, അങ്ങനെ 2 തിരുമുടി മാലകൾ. കഴുത്തിന് നല്ല ഭംഗിയുള്ള തടിച്ചുരുണ്ടൊരു ഉണ്ടമാല, അത് തെച്ചി മാത്രമായിട്ട്. ആ തൃപ്പാദത്തിങ്കലേക്ക് എത്തുമ്പോഴേക്കും തുളസിപ്പൂവായും കൊണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. ഏഹ് ഈ എന്താ 2 തിരുമുടിമാലയുടെയും ആ ഉണ്ടമാലയുടെയും നടുവിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നല്ല ആനന്ദത്തിൽ ഉത്സവത്തിന്റെ 10-ാം ദിവസം ആഘോഷത്തോടു കൂടി ഇരിക്കുകയാണ് അവിടെ. അത്ര രസമായിട്ട് ആ പള്ളിവെട്ടൊക്കെ കഴിഞ്ഞിട്ടൊക്കെ സന്തോഷത്തിൽ നല്ല നല്ല പുഞ്ചിരി ആൾക്കാർ. നമ്മുടെ കണ്ട മനസ്സങ്ങോട്ട് തണുപ്പിക്കുക. അത്ര ഭക്തി ഉണ്ടാക്കി തരും ആ പുഞ്ചിരി കണ്ടാൽ. അത്ര രസമായിട്ട്. ആ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. എല്ലാം തുളസിപ്പൂ കൊണ്ടാണ്. നടുവിൽ കുറച്ച് തെച്ചിപ്പൂവായിട്ടുള്ള 5-6 ഒരേപോലെ അങ്ങനെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. വിധാനമായിട്ടും അതും നല്ല കൗതുകമുണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ പൊന്നുണ്ണിക്കണ്ണ. പുത്രന്റെ ഓരോ വികൃതി തരങ്ങൾ കേൾക്കുന്ന നേരത്തുളവായ കോപം, കണ്ണൻ ചിരിച്ചങ്ങ് വരുന്ന കണ്ടാലെല്ലാം മറക്കുന്നു യശോദ വേഗം. യശോദ എന്നുള്ള മിനുത്ത പേരിൽ കൊഴുത്തമൈ പൂണ്ടൊരു വിഷ്ണു ഭക്തി, കറുത്തൊരുണ്ണിക്കു കളിക്കുവാനായി കൊടുത്തുപോൽ പാരിടമുള്ളതെല്ലാം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ പൊന്നോടക്കോഴിലും താമരപ്പൂവും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. വലത്തെ കയ്യിൽ ഒരു താമരപ്പൂവുണ്ട്, ഇടത്തെ കയ്യിൽ ഒരു ഓടക്കോഴിലുണ്ട്. അങ്ങനെ ഇരുന്നും കൊണ്ട് വലത്തെ കൈ എങ്ങനെ കുന്തിച്ച് വെച്ച വലത്തെ കാലിന്റെ മുകളിലൊക്കെ ഇങ്ങനെ കെച്ചിക്കുക. അതിന്റെ മുകളിൽ താമരപ്പൂവും പിടിച്ചിരിക്കുന്നത്. നല്ല കൗതുകമുണ്ട് ഇരിപ്പ് കാണാൻ. ആ കണ്ടാൽ സന്തോഷമാവുകയും ചെയ്യും. പൊന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ആ രൂപം എല്ലാവരും മനസ്സിലും തെളിഞ്ഞു വരണേ. ഭക്തന്മാരുടെ മനസ്സിൽ മുഴുവൻ ആനന്ദം കൊടുക്കണേ ഗുരുവായൂരപ്പ. ഭക്തി കൊടുക്കണേ ഗുരുവായൂരപ്പ. നാമം ജപിക്കാൻ തോന്നിക്കണേ ഗുരുവായൂരപ്പ. അങ്ങനെ എല്ലാ ഭക്തന്മാരുടെയും ഉള്ളിൽ ആ പുഞ്ചിരി തൂക്കണ ആ ശ്യാമകോമളനെ മനസ്സിൽ ഇങ്ങനെ തെളിയിച്ചു കൊടുക്കണേ. കളഭ കൊണ്ട് അലങ്കരിച്ച് കാണാൻ നല്ല കൗതുകമുണ്ട്. എല്ലാവരും മനസ്സിലും തെളിയണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പൊന്നുണ്ണി കണ്ണനെ 2 തൃപ്പാദങ്ങളുണ്ടല്ലോ, അത് അളകെട്ടിയ തൃപ്പാദം. ആ 2 തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖം നോക്കുക, പുഞ്ചിരി തൂക്കി അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണത് ശ്രീലകത്തെ. അതുപോലെ നമുക്ക് അങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കണം. ആ ഉണ്ണിക്കണ്ണന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി ഉറക്ക നാമം ജപിക്കാം. ഏ കണ്ണൻ അത്ര കണ്ട് ഇഷ്ടമാണ് ഭക്തന്മാരെ ഉറക്ക നാമം ജപിച്ചോളൂ. ഏ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.